ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്നലെ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട മാതിരി മീൻ പൊള്ളിച്ചല്ല ഗ്രില്ല് ചെയ്തത്. അത് ഇന്നലെ അതിൻ്റെ ഇൻട്രോ വരാൻ കിടന്നത്. അപ്പോൾ ഒരുത്തതാണ് കോമഡി വരാതാണ്. അപ്പോൾ ഒന്നല്ലേ ക്യാമറ ഞാൻ എടുത്തോണ്ട് ഞാൻ സാറ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അറ്റപ്പാണ് പറഞ്ഞു. എന്നാൽ എടുത്തോ ഇൻട്രോ എടുത്ത് ഞാൻ പിന്നെ ഇതൊക്കെ ലാസ്റ്റ് കഴിഞ്ഞാണ്ട് ഇന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ഇതിൽ ഇൻട്രോ കാണില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഓന് കുറേ കാണിച്ചു കൊടുക്കുന്നു. ഇത് ഓണാക്കാതെയാണ് പിടിച്ചത് ഓണാക്കിയാണ് ഞാൻ ഇപ്പോൾ കട്ടാക്കിയെന്ന് പറയും. ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ വീഡിയോ റെക്കോർഡായിട്ടില്ല. അപ്പോൾ തന്നെ ഒരു കോമഡി ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ഇന്നലെയാണ് നമ്മൾ ചുറ്റിയിരുന്നത്. അപ്പോൾ രണ്ടാമത് ഇൻട്രോ എടുക്കണം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് നിൽക്കുക. അപ്പോൾ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഇത് ഇടുന്ന മീൻ വാങ്ങി വെച്ചാൽ പോസ്റ്റ് കണ്ടിന് നമ്മൾ കുറേ പോസ്റ്ററുകൾ മീൻ വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ, അതൊരു കാരാത്തോട് ആണ്. അപ്പോൾ അവിടെ പോയി ഉള്ള വിഷ്വലും ഇതൊക്കെ ഞങ്ങൾ കണ്ടോളി. അതേപോലെ ഞങ്ങൾ പോയപ്പോൾ ഒരു സംഗതി കണ്ടു, ഒരു കിണർ, ഒരു അത്ഭുത കിണർ. അതും പാടെ നമ്മൾ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അതും പാടെ കണ്ടു നോക്കി. എന്നിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിലേക്ക് വരാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ വരാം. ഓക്കെ, നമുക്ക് കണ്ടു നോക്കി. ഓക്കെ, ആയിക്കോട്ടെ. വാളയാണ്. അതൊക്കെ മാറുന്ന നിർബന്ധം. അതിനെന്താ മാർക്കുണ്ട? അതുകൊണ്ടന്നെ കൂടാൻ പറഞ്ഞു. അല്ല ചോദിച്ചില്ലല്ലോ. പൊന്തിച്ചാ കാണില്ല മീനെ പിടി അങ്ങായേ. ഇനിയും കയ്യൊക്കെ വേണ്ടി വരുമോ? അപ്പോൾ ഉള്ളത് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇവർക്കെന്താ പറയുക, കാരാത്തോട് സ്ഥലത്ത് നമ്മൾ ഇതിലൊരു ഭാഗത്തേക്ക് പോയി. അപ്പോൾ നമ്മളൊരു കിണർ കണ്ടു. ഒരു 10-25 കിണർ കാണിച്ചെടുത്താ 10-25 മോട്ടറുള്ള ഒരു 10-25 മോട്ടർ ഒരു കിണറ്റിൽ 25 ഉള്ളത്. ഇതിപ്പോൾ ഞാൻ എണ്ണിയത് 25. നിങ്ങൾ എണ്ണിക്കോളിമാണെങ്കിൽ ഈ കാണുന്നതാ, ഇതൊരു വ്യക്തിൻ്റെ സ്ഥലമാണ്. മൂപ്പര് ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുത്താണ്. ഒരു ചെറിയൊരു കിണർ, നല്ല വെള്ളം ഇപ്പോൾ കുറച്ച് ഈ കാണുന്നുണ്ട് കമ്മിയുണ്ട്. എന്നാലും ഒരു 25 മോട്ടർ ഉണ്ടെങ്കിൽ എത്ര പേർക്കാർ, 25 പേർക്കാർ എന്തായാലും ഉപയോഗിക്കണ്ടേ. 25 പേരിൽ എത്രങ്ങാനും ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊന്നും കാണുക ഇതൊരു എന്താണ്, ഇത് മനുഷ്യത്വം പറഞ്ഞതാണ്. 9ാമത്തെ ലോകാത്ഭുതം അല്ല, ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഒരാളെ സ്ഥലത്ത് കിണർ കുത്തിയിട്ട് ഒരു പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലേ അതൊരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ ആൾക്കാര്. കിണർ കുത്തിയാൽ വെള്ളം കമ്മിയായാൽ മോട്ടർ വെക്കാൻ പറ്റൂല, വെള്ളം മുക്കി ഉപയോഗിച്ചാൽ പറ്റുള്ളൂ. മോട്ടർ വെച്ചാൽ വെള്ളം കഴിയും പറഞ്ഞ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് വെള്ളം നമ്മളത് സ്വന്തമല്ല, അത് എല്ലാവർക്കും ഉള്ള എന്നുള്ളതിനൊരു തെളിവാണിത്. ഇത് നമ്മൾ തള്ളല്ലോ കേട്ടോ, അത് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. ആണ് പൈപ്പൊക്കെ പോണേ, ഏതിലേക്കാ പൈപ്പ് പോണേ നമുക്കറിയില്ല. മത്തമ്പള്ളി വടനച്ച മാതിരി എന്ത് ഫുള്ള് പൈപ്പും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൽ പോയപ്പം
ഇതിനായിട്ട് ഒന്നല്ല, ജസ്റ്റ് കണ്ടാണ്. അപ്പോൾ നിങ്ങളെയും പാടെ കാണിക്കരുത്. ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ കാണിക്കണ്ടേ? അതെ, ഇങ്ങനത്തെ സംഗതികളൊക്കെ നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ ഇതിൽ കൊടുക്കുക. ബിച്ചു VLR അടിച്ചാൽ ഇൻസ്റ്റാഗ്രാം കിട്ടും. അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഫേസ്ബുക്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഏതായാലും ഈ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരാം. പൈപ്പ് കണ്ടിട്ട് തന്നെ നമുക്ക് അത്ഭുതം. എവിടേക്കാണ് കരണ്ട് വള്ളി, ബസ് വള്ളിയൊക്കെ കുറേ ഉണ്ട്. ഇതാ ഇവിടെ ഈ ചുറ്റുപാടത്തുള്ള പെരക്കാരൊക്കെ ഉണ്ടാവുണ്ടോ? പെരക്കാർക്കൊക്കെ ഉള്ളതന്നെ കയറാം. അപ്പം നിങ്ങളെന്താ പരമാവധി ഇത് ഷെയർ ചെയ്യുക ആൾക്കാർക്ക്. എന്തിന്? ഇങ്ങനെ മനുഷ്യന്മാരുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നല്ല ജനങ്ങളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇങ്ങനെ ആരെങ്കിലും ഇനി വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും മുടക്കാൻ പറ്റാത്ത സംഗതിയാണ്. എന്തേ ആർക്കും മുടക്കാൻ പറ്റില്ല. വെള്ളം വഴി മുടക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി അങ്ങനെ ആരെങ്കിലും ഉള്ള ആൾക്കാർ ഇത് കണ്ട് പിന്നെ ഓലൊന്നും അങ്ങനെ ചെയ്യാതെ കേട്ടെ. അപ്പോൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ തിരുമ്പി തരേണ്ടി വരും. വേണമെങ്കിൽ ഉറക്ക പറഞ്ഞോ. എന്നാ പിന്നെ അയ്യൂബിനോ ഏതെങ്കിലും ഒന്ന് തീരുമാനമായി കിട്ടുമല്ലോ, വേണോ വേണ്ടേന്നുള്ളത്. ഇതൊക്കെ നന്നാക്കി ഇങ്ങനെ വാങ്ങാൻ പാടില്ല. മീൻ മാർക്കറ്റിൽ പോയി നന്നാക്കി വാങ്ങണ്ടേ. ആ ബിച്ചു വ്ളോഗ് എല്ലാം നല്ല മൂർച്ചമണം കത്തിയാറിന്. ഇനിയിപ്പോ എങ്ങനെ കട്ട് ചെയ്താലും ഞാൻ അതൊന്നാക്കൂല കേട്ടോ. നമുക്ക് പിന്നെ അങ്ങനത്തെ വാസിയൊന്നുമില്ല. അല്ല, കാണാൻ ലുക്കിനാണ്. ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ തലങ്ങനെ നിർത്തിയേക്കാണെങ്കിൽ അങ്ങനെ ചാരി നമ്മള് പോത്തിന്റെ തോലിച്ചല്ലേ, അതേമാതിരി മുള്ളിന് ചാരി അങ്ങനെ വിടുകയാണ്. തല പൊളിച്ചും. തലന്റെ അവിടെ എത്തുമ്പളേ നേരെ പൗതിക്കാണ് പൊളിക്കാണ്. അത് വെച്ചുകൊണ്ട് അമർത്തിയാ കിട്ടും. നീ ബാലിനെ അവിടെ കൊണ്ടേക്കോ. അതൊക്കെ അമർത്താ മതി. പൊളിച്ചു വാ. അവിടെ വെച്ചാടാ എവിടെയെങ്കിലും ഒന്ന്. നമുക്ക് സുഖമായിട്ട് നെറുവിലൊരു കയ്യും കൊടുത്താലേ. ഫുള്ളായോ? മതി. നമുക്ക് ആ ഭാഗത്തേക്കെല്ലാം അറിയാളേ. ഇന്ന് ഉള്ളിത്തൊലിയല്ല, തള്ളിമറിയാണ്. ഉള്ളി എങ്ങനെ സിമ്പിൾ ആയിട്ട് തൊളിക്കാന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ല അറിയാന് ആഗ്രഹമുള്ള ആൾക്കാർ കമന്റ് ചെയ്തോട്ടെ. അപ്പൊ നമ്മള് അതെ കമന്റ് കൊണ്ട് ഇങ്ങനെ അറിയണം, അറിഞ്ഞു ഒലിച്ചണം. നുയിമ്പണം പറഞ്ഞില്ലേ, ഇടുമ്പോഴേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കമന്റ് ഇട്ട് ഇങ്ങനെ നുയിമ്പണം. എല്ലാം ചോർന്നാടിന്നൊക്കെ ഓർക്കേണ്ടി വരും. ചൂടെടുത്തിട്ടേ ഉള്ളിത്തൊലി അവന്റെ മൂക്കിന്റെ വലിപ്പണ കണ്ട്. മസാല കൂട്ടാനുള്ള ആളിപ്പോ എത്തിയിട്ടുള്ളൂ. ഞാൻ തുടങ്ങല്ലേ? അളവ് വേണം, അളവില്ലാതെ നടക്കൂല.
എത്ര സ്പൂണാ? 4 സ്പൂണ് അത് മതി, കുറച്ച് മതി. കാരണം 4 സ്പൂൺ ഇട്ടാണ് കുറച്ച് മതി പറഞ്ഞു. മഞ്ഞപ്പൊടി നമുക്ക് ആരാ മതി കേട്ടോ. മതി മതി, കുറച്ച് 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 ആവശ്യത്തിന് മതി. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇടാം. ആരാ വണ്ടിന്റെ കിക്കർ അടിച്ചു? 2.5 സ്പൂൺ. വണ്ടിന്റെ കിക്കർ അല്ല, ഇവിടുത്തെ കൂടുതൽ വണ്ടിന്റെ കിക്കർ. ഇതിലേക്ക് ഉപ്പാണ്. ഉപ്പ് പിന്നെ എത്ര കിട്ടോട്ടല്ലേ? പായസം ഉണ്ടാക്കണ്ട, പെരേക്ക് കൊണ്ടുവരാൻ പാടില്ല ശരിക്ക്. നിങ്ങൾ പുള്ളി തൊപ്പു. അപ്പൊ ഒരു 3/4 ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. അവനാന്റെ ആട്ടില്ലല്ലോ ഗരം മസാല. ഉണ്ടാതെ കുത്തർന്നവിടെ. അപ്പൊ ഇതാണ് നമ്മളെ കൂട്ട്. എന്താണ് ഇതിൽ എന്തൊക്കെയാ പറഞ്ഞ? ഇതില് ഇത് പറഞ്ഞെടുക്കാൻ പാടില്ലേ, അല്ലല്ലേ കൂട്ട് നമ്മള് പറയണേ. വെളുത്തുള്ളി, ചീരുള്ളി, പിന്നെ ഇഞ്ചി. 2 അല്ലി ഒന്നും പറഞ്ഞല്ല, കണക്ക് പറഞ്ഞല്ല. അതിന്റെ ആ കൂട്ട് വേറെയാണ്. ഇതില് കറിവേപ്പില നമുക്ക് മേലിട്ട് കൊടുക്കാം. പിന്നെ ഇതില് വെളുത്തുള്ളി, ചീരുള്ളി, വലിയ ജീരകം, ഇഞ്ചി, മല്ലിച്ചപ്പ്, പുതിന, അതിനുള്ളൂ. എടുത്തിട്ട് എല്ലാരും മട്ടത്തില് ഒരു വട്ടത്തില് കൂട്ടിയാൽ മതി. ഇത്രേ ഉള്ളൂ. ഇത് നമ്മളെങ്ങനെ എടുത്ത് മിക്സ് ആക്കണം. ഓയില് വരണോ? ഓയിലല്ല പാരണ്ട്, സുർക്കയാണ് പാരണ്ട്, അല്ലെങ്കിൽ ചെറുനാരങ്ങ. അപ്പൊ നമ്മള് സുർക്ക വേണ്ട, ചെറുനാരങ്ങ മതി. അപ്പൊ നമ്മളൊക്കെ അത്യാവശ്യം ഉണ്ടോ? അപ്പൊ പേസ്റ്റ് വന്നപ്പോ തന്നെ മുളകും പൊടി ഇതില് ഇതായില്ലേ. നാരങ്ങ വീഞ്ഞോളൂ. ഇത് കട്ട് ചെയ്താ അവിടെ കത്തി അതില്. എന്താ ചെറുനാരങ്ങ കട്ട് ചെയ്യണല്ലേ ജിമ്മിലേക്ക് വരട്ടെ. എന്താ ചമ്മന്തി ആയോ? ഒരു ചെറുനാരങ്ങന്റെ നീരോ അല്ലേ? ഒരു നാരങ്ങ വരിക. അപ്പൊ അന്നിച്ച് ചമ്മന്തി ആയോന്ന് ചോദിച്ചാലേ അത് നമ്മള് മാറ്റിത്തരാം. ഇത് നമ്മളെ കുരു ഉണ്ടായിക്കോട്ടല്ലേ? കഴിച്ചോട്ടെ. എന്റെ കൂട്ടില് കുരുട്ടാലും കഴിച്ചൂല. അതാണ് ഈ കൂട്ടിന്റെ പ്രത്യേകത. ദേഷ്യം പിടിപ്പിക്കരുതല്ലോ. അതാണ് ചെത്തിയൊന്നും ഇടണ്ട, മതി. ഒരു നമ്മളിട്ട് അടിച്ചു കഴിഞ്ഞാലേ കഴിച്ചോളൂ, അല്ലാതെ ഈ കുഴപ്പമില്ല. നമ്മളെ മസാല തേക്കല്ലേ, തേച്ചുടി, അതൊക്കെ ഒക്കെ ഞാൻ തന്നെ. എന്റെ മസാല വേറെ ഒന്നും ഉണ്ടായില്ല. കൂട്ടാൻ ചെയ്യുന്ന ചോദ്യ മസാല, റോസ്റ്റ് മസാല ഇടണോ? ഇട്ടോ വേണ്ട. അണി കുറച്ച് അതിന്റെ ഫ്ലേവർ ഇടണോ? ചിലപ്പോ ഞാൻ ഉപ്പ് കൂടാവും. ഉപ്പ് പാകല്ലേ? അതിൽ ഉപ്പുണ്ടോ? ഇടണോ? എന്താണോ ഈ ഭരിഞ്ഞി കൂടെ കണ്ടല്ലോ, അങ്ങനെ തേച്ചിട്ടേ കടക്കണോടെ. ഇവിടെ നല്ല മുഖം ചേട്ടാ, എന്നിട്ട് അത് കിട്ടിയില്ല അറിയത്തില്ല. പിന്നെ അവിടുന്ന് എടുത്തോ. പക്ഷെ ഭരഞ്ഞ മസാല കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാനില്ലാതെ എന്റെ വീഡിയോയില് ഞാനില്ലാതെ ആരെ കൊടുക്കുക? അയ്യൂബ് ക്യാമറ എടുക്കാൻ അയ്യൂബാണ് ഇഷ്ടം. ഒന്ന് ബട്ടർഫ്ലൈയും ഒന്നെന്താണ്, ഒന്ന് ഫ്ലൈ. ഇത് ഫ്ലൈ ആക്കിക്കാണ്. ഒന്ന് ഫ്ലൈ. അതിന്റെ ബാഗ് വെക്കാൻ
നമ്മളെല്ലോടത്തും തേക്കും, എല്ലായിടത്തും ആവും, ആണോ പല്ല് വരെ ചരച്ചു. ഓക്ക് അറിയാത്തോണ്ട് കുഴപ്പമില്ലല്ലേ. നിങ്ങൾക്ക് എന്തും പറയാം, കാരണം വീഡിയോ എഡിറ്റ് ചെയ്യണതും ഇതൊക്കെ ഞാനല്ലേ. നിങ്ങൾക്ക് എന്തും പറയാം വീഡിയോ ഒക്കെ ഞാനേ തീരുമാനിച്ചു എന്താണ് ഇടുക. അപ്പൊ നമ്മള് രണ്ട് സാധനം തിർക്ക് വാങ്ങിച്ചു കൊടുത്തു. തിർക്ക് ഇവിടെ മസാല വെച്ച് ഇവിടെ കിടക്കണ്ട്. അപ്പൊ ഇനി ഒരു മസാല പിടിച്ചോട്ടെ, ഇനി നമുക്ക് ഗ്രില്ല് റെഡിയാക്കാം. കമോൺ. എന്റെ പേരിന്റെ മേലെന്നാണ് വിമാനം പോയാൽ എയർപോർട്ടിൽ ഇറങ്ങൂലെന്നാണ്. നോണാറിന് കുത്തിറക്കന്നെ. എന്നോട് വലിയ ഡയലോഗ് അടിച്ചേ, മീനെ നന്നാക്കി മസാല ഇട്ടാ മതി. എന്നോട് അപ്പൊ തന്നെ പറഞ്ഞില്ല, ഞങ്ങൾ അപ്പൊ കത്തിച്ചണോ വെച്ചില്ലേ. നിങ്ങൾ റെഡി ആക്കണം, കത്തിച്ചനെ ചോദിച്ചാലല്ലോ റെഡി ആക്കണം. ഇപ്പൊ കൊറേ നേരം, ഒരു മണിക്കൂറോളം ഇത് കത്തിച്ചു തീർക്കണം. വലിയ ഡയലോഗ് അടിച്ചിട്ടും വരും. ഇതെന്ത് പറയാത്ത വീഡിയോ അല്ല. ഏതായാലും ഒടുവിൽ കത്തുന്നുണ്ട്. പൊട്ടിപ്പൊരി വരാണ്ട് അത് ഇതിന് തിരിച്ചെടുത്താണ്. ഞാനത്തോടാ. അപ്പൊ നമ്മളെ കനല് റെഡിയായി. ഈ മീൻ വെക്കണേ അങ്ങനെ ഇവിടെ രണ്ടെണ്ണം പോലെ അല്ലേ. അപ്പൊ ഇതിന് കനല് വെച്ചോ? കാണലേ നമ്മള് ചൂട് തന്നെ ആക്കൂലേ. നാല് ചേറ്റാണ് പൊട്ടിച്ചിട്ട് വേണ്ടേ അതിന് സാധനം വെച്ച് ഇനി ഏതായാലും വേവിച്ചെടുക്കട്ടെ. എടുക്കണം. അങ്ങനെ ഒന്ന് റെഡിയായി. അടുത്ത് ഇത് നമ്മളതാണ് അതുപോലെ നമ്മളെ കുറ്റം പറഞ്ഞാണ്ടേ ഇതാ ടേസ്റ്റ് തരാ. എല്ലാ മണമൊക്കെ വരുന്നൊക്കെ അടിച്ചോ. പിന്നെ എന്തുണ്ടെങ്കിലും ചൂടാനും ഇതിനൊക്കെ അല്ലേ, ചൂടാനൊക്കെ അതിനൊക്കെ ഉസ്താദേ. വേണമെങ്കിൽ നമ്പർ എടുക്കണോ? നിന്റെ നമ്പർ എടുക്കണോ ഏമിയ? കോട്ടറുമ്പുണ്ട്. നേരെ നേരെ ഉൾട്ടാക്കി മറിച്ചോ. ഞങ്ങക്ക് ഈ സാധനം ചട്ടാകത്തോണ്ട് വിടണ മാർക്ക് വിടാം. ആ സാധനേ ആ കോല് രണ്ടും ഉൾട്ടാക്കി മറിച്ചു പറയാം. ഓ സാറേ ഇനി തൊടണില്ലല്ലോ. അപ്പൊ നമ്മളെ മീന് സെറ്റായി. രണ്ട് നട്ടറ് കിടക്കണ കിടപ്പ്. ഇനി എന്തായാലും വെന്തുക്കണോന്നോ ടേസ്റ്റ് ആക്കാൻ പറയാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടോക്ക്? നിങ്ങളുടെ ടേസ്റ്റാണ് നമ്മളിത്. പിന്നെ അതിക്ക് നമ്മളൊരു നല്ല പാൽച്ചായ. യതീഷ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഈ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണ്ടല്ലേ? ഉള്ളത് പറഞ്ഞാ മതി, ഇല്ലാത്ത പറയണ്ട. അല്ല എല്ലാരും ഞാൻ നന്നാക്കി കൂട്ടി വെക്കാണല്ലോ പോലെ തൈമുഖത്ത് എങ്ങനെ ചിന്നെ ഞാൻ നന്നാക്കി ഓനെ എന്നെ മുണുങ്ങി കൂട്ടിയല്ലേ. അഭിപ്രായം പറയാം, അഭിപ്രായം പറയും. എങ്ങനെ തിന്നലും നിങ്ങൾക്ക് അറിയില്ല. ഇങ്ങനെ പൊറാട്ട കഷ്ണം എടുക്കുക, എന്നിട്ട് ഇതിക്ക് നല്ല ജെല്ലായ സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്
ചെറിയ ഉപ്പിന്റെ കമ്മിണ്ട് അല്ലേ? അല്ലാതെ കുഴപ്പമൊന്നുമില്ല, ആ പ്രശ്നമല്ല. എന്നാലും സംഗതി കുഴപ്പമില്ല. ഏതായാലും ഞങ്ങളേ ഇത് കഴിച്ചിട്ട് തരാം. ഞാൻ അത് ക്യാമറ എടുത്ത് തന്നാലേ ഇത് കണ്ടോളി നിങ്ങള്. ഞാൻ ക്യാമറ എടുത്ത് വെക്കുമ്പോഴത്തേനെ ഇതിവിടെ തീരുമാനമാവും. ആ ഒരു പൊറാട്ട അവിടെ കഴിഞ്ഞു. അവിടെ ഒരു പൊറാട്ട കഴിഞ്ഞു. ഇഞ്ചി മൂന്നാമത്തെ ഞാൻ അതൊന്നും വെച്ചിട്ടുള്ളൂ. ഏതായാലും കഴിഞ്ഞിട്ട് വരാം കേട്ടോ ഒക്കെ. അല്ല ഞാൻ സാധനം കിട്ടൂല. ഇങ്ങനെ ഒരു അതിക്രമം ആരും ചെയ്യില്ല. അമ്മാര് അതിക്രമായിരുന്നു ഉണ്ടങ്ങള്. മുള്ളു വരെ ബാക്കില്ല. ഇതിന്റെ ബാക്കിയൊക്കെ മുള്ള കൂടെ പല്ല് കൊടുത്ത പല്ല് കുത്തടുത്തോ ജ്യൂസ് വരി ഉണ്ടോ? മുള്ള അടക്കി തിന്നണ്. ഇവിടെ നമ്മളെ മുന്നിലൊക്കെ മുള്ളുണ്ടേക്കാം. ഇവിടെ അന്റെ മുള്ളച്ചും മുള്ള അടക്കി തിന്നുന്നുണ്ട്. എന്തായാലും ഈ മീനോട് ചെയ്തൊരു അപരാധം. അപ്പൊ ഏതായാലും വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നല്കാം, കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ മറക്കൂലല്ലേ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.